തൃശൂൽ എന്താടാ ഇതെല്ലാം? അച്ഛാ, ഞാൻ നമ്മളെ കല്യാണം കഴിച്ചു. എന്താ തൃശൂൽ? ഓ, കൊച്ചു മുതലാളി, സോറി. ശിവാനിയെ ഞാൻ കല്യാണം കഴിച്ചതിൽ ദയവായിട്ട് ദേഷ്യപ്പെടരുത്. ഇക്കാര്യത്തിൽ ഞാൻ ബോസിന്റെ സീനിയർ അല്ലേ. അവളെ ആദ്യം സ്നേഹിച്ചത് ഞാൻ തന്നെയല്ലേ. എന്താ മുതലാളി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാനത് ആദ്യമേ പറഞ്ഞിരുന്നതല്ലേ, ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ ഡയറക്റ്റ് ആയിട്ട് പോയി താലി കെട്ടി ഇവിടെ കൊണ്ടുവന്ന് ഈ കാലി വീണ് ആശീർവാദം വാങ്ങുമെന്ന്. നോക്ക്, കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ശിവാനി, കല്യാണം കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളുടെ അനുഗ്രഹം മുഖ്യമാണ്. പക്ഷെ എനിക്ക് അതിനേക്കാളും മുഖ്യമായിട്ടുള്ളത് ഇവരുടെ അനുഗ്രഹമായിരിക്കും. വാ, അനുഗ്രഹം വാങ്ങിക്കാം. മുതലാളി, എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറയും മുതലാളി. ഞാനൊരു ദുസ്വപ്നം കണ്ടു നന്ദീശ. ദുസ്വപ്നം കണ്ടോ? 23 വർഷത്തിനിടയ്ക്ക് എത്ര പ്രാവശ്യം നമ്മളോട് വന്നതാ? അന്നൊന്നും കാണാത്ത ഈ ദുസ്വപ്നം ഇപ്പൊ ഇവിടെ നിന്ന് പൊട്ടിമുളച്ചത് എന്താ ഉണ്ടായെന്ന് പറ മുതലാളി. അത് വീട്, എന്റെ വീട്ടിലുള്ളവര്. വീട്ടിലുള്ളവരോ? വീട്ടുകാർക്ക് എന്ത് പറ്റിയെന്ന് പറയുന്നത്? എനിക്കറിയില്ലടാ. വന്നേ നമുക്ക് വീട്ടിൽ പോ. ഇല്ലടാ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നോളാം. നീ വയ്ക്കോ. അത് ശരിയാവില്ല. മുതലാളി ഇവിടെ ഒറ്റയ്ക്ക് ശരിയാവില്ല. എന്റെ കൂടെ ഇപ്പൊ വന്നാൽ മതി. നന്ദീശ, മനസ്സിലാക്ക്. വീട്ടിലുള്ളവർക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. നീ അവിടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ധൈര്യമാവും. ഞാൻ പുറകെ വന്നോളാം, നീ ചെല്ല്. അതല്ല മുതലാളി. നന്ദീശ. ശരി മുതലാളി. എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു സ്വപ്നം കാണാം? അല്ല, തൃശ്ശൂലെങ്ങാനും ശിവാനിയെ കല്യാണം കഴിക്കുമോ? അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുമോ? നാഗമാണിക്യത്തിന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് മുന്നോട്ടുള്ള എന്തിന്റെ ഒരു സൂചന? എന്താ ഇപ്പൊ ചെയ്യാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ സ്വപ്നം കാണാണോ? അതെങ്ങനെ മനസ്സിലായത്? ഞാൻ നിങ്ങൾ താലി കെട്ടുന്ന സ്വപ്നം വല്ലതും നിങ്ങൾ കണ്ടായിരുന്നോ? അങ്ങനെയൊക്കെയുള്ള സ്വപ്നം നിനക്ക് മാത്രമേ കാണാൻ പറ്റൂ. വെറുതെ ഓരോ മോഹങ്ങളും പറഞ്ഞുകൊണ്ട് നാണാവുന്നില്ല നിനക്ക്? മാഡം, സ്വപ്നം കാണുന്നത് നല്ലതാണെന്ന് ഡോക്ടർ അബ്ദുൽ കലാമും പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പരിശ്രമിക്കുന്നവരോട് പറഞ്ഞത്. മേഡത്തെ കല്യാണം കഴിക്കുന്ന അത്ര സാധാരണ വിഷയമല്ലല്ലോ. അത് തന്നെ വലിയൊരു പരിശ്രമമല്ലേ? നീ സ്വപ്നം കണ്ടെന്ന് വെച്ച് നിനക്ക് എന്നെ കിട്ടാനും പോകുന്നില്ല, നമ്മുടെ കല്യാണം നടക്കില്ല. മാഡം, അതെങ്ങനെ നടത്താൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാന്നേ. നിങ്ങളുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത് ഞാനാ, ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നത് ഞാൻ തന്നെ. അതിന് കാത്തിരുന്നോ? എവിടേക്കാ? ഗേറ്റ് ഇതാ അവിടെ. ഓക്കെ, ഞാൻ പോയിക്കോളാം. അതിനെന്തിനാ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? ഓം ഹാം ഹീം ഹൂം ഫട്ട് സ്വാഹ. നമസ്കാരം ഗുരുക്കളെ. വിജയ് ഭവ. ദിഗ്വിജയ, ഒറ്റയ്ക്ക് വന്നത് കാണുമ്പോൾ എന്തോ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു. അതെ ഗുരുക്കളെ, കുറച്ച് പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാ. എന്റെ സംരക്ഷണം ഉണ്ടായിട്ടും നിനക്ക് പേടിയോ? അങ്ങനെ കൂടെ ഉള്ളതാണ് എന്റെ ആകെ ഒരു ആശ്വാസം. എന്നാലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ വേണ്ടിയാ ഞാൻ വന്നത്. എന്ത് പ്രശ്നത്തിന്റെ പരിഹാരം? ഞാൻ ഇന്നലെ ഒരു ദുസ്വപ്നം കണ്ടു ഗുരുക്കളെ. ഭൂമിയിലെ ജീവികൾക്ക് സ്വപ്നം എന്നത് സ്വാഭാവിക പ്രക്രിയയാണ്. അത് വീട്ടിലോ വേറെ എവിടെയെങ്കിലോ വെച്ചാണ് ഇത് കണ്ടിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആ ദുസ്വപ്നം ഞാൻ കണ്ടത് നാഗമാണിക്യത്തിന്റെ മുന്നിൽ വെച്ച്. എന്ത്? നാഗമാണിക്യത്തിന്റെ മുന്നിൽ വെച്ചോ? അതെ ഗുരുക്കളെ, ഞാൻ അവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ആ സ്വപ്നം കണ്ടത്. എങ്കിൽ ആദിശേഷനും ശിവാനിയും ഒന്നാകുന്നതിന്റെ സൂചനയാണിത്. അപ്പൊ ശിവാനിക്ക് തൃശൂലാണ് ആദിശേഷൻ എന്ന സത്യം മനസ്സിലായോ? ഗുരുക്കളെ, ഈ ദുസ്വപ്നത്തിന്റെ അർത്ഥം എന്താ? ഇത് മുന്നോട്ട് നടക്കാൻ പോകുന്ന കാര്യം നാഗമാണിക്യം സൂചിപ്പിച്ചതാണോ? ഗുരുക്കളെ, ഇത് സത്യമാവോ? സത്യമാവും. ആദിശേഷനും ശിവാനിയും ഒന്നാകുക തന്നെ ചെയ്യും.
ഞാൻ അതിനൊരു അവസരം ഉണ്ടാക്കിക്കൂടാ. എന്തെങ്കിലും ചെയ്ത് അത് തടഞ്ഞേ പറ്റൂ. ഗുരുക്കളെ, നോക്കൂ ദിഗ്വിജയ, ആ സ്വപ്നം സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അത് വേറെ കാര്യം. പക്ഷേ ശിവാനിയെ ത്രിവിക്രമൻ വിവാഹം കഴിച്ചേ പറ്റൂ. അവൾക്ക് മാത്രമേ നീ ഉണ്ടാക്കിയെടുത്ത സാമ്രാജ്യങ്ങൾ സംരക്ഷിക്കുവാൻ സാധിക്കൂ. ഒരു പക്ഷേ അവൾ ത്രിവിക്രമന്റെ കൂടെ ഇല്ലെങ്കിൽ നിന്റെ സർവനാശം ഉറപ്പാണ്. ഇതിനൊന്നും പരിഹാരമില്ല ഗുരുക്കളെ. പരിഹാരമുണ്ടെങ്കിലും അതൊന്നു മാത്രം, നിന്റെ സ്വപ്നത്തിൽ കണ്ടവനെ നശിപ്പിക്കുക എന്നത്. എന്താ ഈ പറയുന്ന ഗുരുക്കളെ? തൃശൂലിനെ? അതെ, നീ തൃശൂലിനെ ഇല്ലാതാക്കിയേ പറ്റൂ. നീ അവന്റെ അന്ത്യം കുറിച്ചില്ലെങ്കിൽ അവൻ നിന്റെ അന്ത്യം കുറിച്ചിരിക്കും. ഗുരുക്കളെ, അവൻ എന്റെ മുമ്പിൽ വളർന്നു വന്നൊരു കൊച്ചു പയ്യനല്ലേ, അവൻ എന്നെ എന്ത് ചെയ്യാനാ? കൃഷ്ണൻ പൂതനയെ കൊന്നത് പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. കംസനെ കൊന്നതാണെങ്കിലോ കൗമാര സമയത്തല്ലേ. അന്തകനാകണമെങ്കിൽ ആകാശം മുട്ടെ വളരണമെന്നില്ല, ഭൂമിയിലെ ഒരു ചെറു മുള്ളു പോലും മതിയാകും. അല്ല ഗുരുക്കളെ. ദിഗ്വിജയ, നാഗമാണിക്യം നൽകിയ സൂചനയെ വകവയ്ക്കാതിരിക്കരുത്. നീ ആ തൃശൂലിനെ വകവരുത്തിയേ മതിയാകൂ, വേറെ മാർഗമില്ല. ഗുരുക്കളെ, ഒരു പ്രശ്നത്തിന് പല വിധത്തിലുള്ള പരിഹാരങ്ങൾ ഉണ്ടാവുന്നല്ലേ പറയാറ്. അതുകൊണ്ട് ഇതിന് വേറെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാവില്ലേ? ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഈ ഒരു പ്രശ്നത്തിന് തൃശൂലിന്റെ അന്ത്യം മാത്രമാണ് പരിഹാരം. ഇല്ല ഇല്ല ഗുരുക്കളെ, എനിക്കിതൊരിക്കലും ചെയ്യാൻ കഴിയില്ല. എന്റെ മനസ്സ് അത് അനുവദിക്കില്ല. ത്രയംബകൻ എത്ര തന്നെ പറഞ്ഞിട്ടും ഇവൻ അനുസരിക്കുന്നില്ലല്ലോ. ഏതോ ഒരു ശക്തി ഇവനെ തടയും പോലെ. മകനെന്നുള്ള ഒരു തോന്നലാവാം ഇവൻ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം. സത്യത്തിൽ തൃശൂലാണ് ഇവന്റെ മകനെന്നറിയില്ലെങ്കിലും അവരുടെ ആ ബന്ധം ഏതോ ഒരു രൂപത്തിൽ വന്ന് ഇവനെ തടഞ്ഞു നിർത്തുന്നതാവാം. ദിഗ്വിജയ, നീ ഒരിക്കലും ഗുരുവിന്റെ വാക്കുകൾ ധിക്കരിക്കുന്നവനല്ല. ഇപ്പോൾ നിനക്കെന്റെ വാക്കുകൾക്ക് വിലയില്ലാതായിരിക്കുന്നു. നീ എന്റെ ഈ വാക്കുകൾ കേൾക്കുന്നില്ലെങ്കിൽ നീ എന്റെ ശിഷ്യനാണെന്നുള്ള കാര്യം എനിക്ക് മറക്കേണ്ടി വരും. ഗുരുക്കളെ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ ദിഗ്വിജയ, എന്റെ ശിഷ്യൻ എന്റെ മുമ്പിൽ ദുഃഖിച്ചു നിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ല. ഏതോ പീറപ്പയ്യനിൽ നിന്നും നിന്റെ മകന്റെ അന്ത്യം സംഭവിക്കും. നിനക്കത് കാണണോ? ദിഗ്വിജയ, നിനക്ക് നിന്റെ പയ്യന്റെ ഭാവിയാണോ മുഖ്യം, അതോ ആ പയ്യന്റെ പ്രാണനാണോ മുഖ്യം? നീ തന്നെ ആലോചിക്ക. ഗുരുക്കളെ, എനിക്ക് എന്റെ മകനാ മുഖ്യം. നന്ദീശൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവന്, ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. അപ്പോ ഞാൻ അവന്റെ മകനെ എങ്ങനെ? നിനക്ക് നന്ദീശനാണ് മുഖ്യം, അല്ലാതെ അവന്റെ മകനെയല്ലല്ലോ. നിനക്ക് നിന്റെ മകന്റെ ഭാവി സന്തോഷമായി കാണണമെങ്കിൽ അവന്റെ മകൻ ഇല്ലാതായേ പറ്റൂ. അധികം ആലോചിക്കേണ്ട ദിഗ്വിജയ. ആർക്കും നിന്നെ സംശയം വരാത്ത വിധം ഞാൻ നിന്നെ കാത്തുകൊള്ളാം. അപ്പൊ ഈ കാര്യം വേറെ ആള് ചെയ്തുകൊള്ളും. വേറെ ആളെന്ന് പറഞ്ഞാൽ അതാരാ? നാഗലോകത്തിലുള്ളവർ. നാഗലോകത്തിലുള്ളവര് തൃശൂലിനെ എന്തിനാ ഗുരുക്കളെ കൊല്ലുന്നത്? അവനോട് എന്ത് ദേഷ്യം അവർക്ക്? നാഗമാണിക്യം കെട്ടെടുത്തവരിൽ നന്ദീശനും ഒരാളാണ്. അങ്ങനെയാകുമ്പോൾ കള്ളന്റെ മകൻ കള്ളൻ തന്നെയല്ലേ? അച്ഛൻ ചെയ്ത പാപത്തിന് മകനാൽ പ്രായശ്ചിത്തം. ഇതൊരു പക്ഷേ ശരിയാവാൻ സാധ്യതയുണ്ട് ഗുരുക്കളെ. എന്നാലും നന്ദീശൻ എന്റെ മേൽ എന്തെങ്കിലും സംശയം ഉണ്ടായാൽ? നാഗലോകത്തിലുള്ളവരെ കൊണ്ട് തൃശൂലിന്റെ കഥ കഴിക്കാനായാൽ നാഗമാണിക്യം മോഷ്ടിച്ചതിന് നാഗലോകത്തിലുള്ളവർ പകരം വീട്ടിയതാണെന്ന് നന്ദീശനും വിശ്വസിച്ചുകൊള്ളും. നിന്റെ മേൽ യാതൊരു സംശയവും ഉണ്ടാവില്ല. ഗുരുക്കളെ, നാഗലോകത്തുള്ളവര് സ്വാത്വികരാണ്, ആത്മീയ ഗുണമുള്ളവരാണ്. പാപപുണ്യങ്ങളുടെ കണക്ക് നോക്കാതെ അവരൊരു കാര്യങ്ങളും ചെയ്യാറില്ല. അങ്ങനെയുള്ളപ്പോ തൃശൂലിനെ അവർ കൊല്ലാൻ തയ്യാറാവും. അതെല്ലാം സത്യമാണ്. നാഗലോകത്തിലെ സർപ്പങ്ങൾ രണ്ട് വിഭാഗമുണ്ട്. തക്ഷക വംശവും മറ്റൊന്ന് വാസുകി വംശവും. തക്ഷക വംശത്തിലെ സർപ്പങ്ങൾക്ക് രാക്ഷസ ഗുണമാണെങ്കിൽ വാസുകി വംശത്തിലെ സർപ്പങ്ങൾക്ക് സാത്വിക ഗുണമാണുള്ളത്. അപ്പൊ നമ്മളിനി
തക്ഷക വംശത്തിലെ സർപ്പങ്ങളെ വിളിക്കണോ? അല്ല, വാസുകി വംശത്തിലെ സർപ്പത്തെയാണ് വിളിക്കേണ്ടത്. ആ സർപ്പങ്ങൾക്ക് സ്വാത്വിക ഗുണമാണുള്ളത്. തക്ഷക വംശത്തിലെ നാഗങ്ങളുടെ രാക്ഷസ ഗുണവും ഇതിലേക്ക് ആവാഹിച്ച് നമുക്ക് വേണ്ടതുപോലെ വളർത്തിയെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു സർപ്പം എവിടെയെങ്കിലും ഉണ്ടാവോ? ഉണ്ട്. ഓ ഹാം ഹീം ഹൂം ക്ലീം ഫട്ട് സ്വാഹ. ഓം നാഗായ സ്വാഹ മമ വശം ആകർഷയാകർഷയ സ്വാഹ. ഓം നാഗായ സ്വാഹ മമ വശം ആകർഷയാകർഷയ. ഗുരുക്കളെ, ഈ പൂജ കൊണ്ട് നാഗങ്ങളെ ഭൂമിയിലേക്ക് വരുത്താൻ പറ്റുമോ? നമ്മൾ പറയുന്നവര് കേൾക്കൂ? എന്നെ കൊണ്ടെല്ലാം സാധിക്കും. ഞാൻ ചെയ്യുന്ന പൂജയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ശക്തി കൊണ്ട് നാഗറാണിയുടെ മനസ്സ് മാറ്റിയെടുത്ത് അവളിലെ രാക്ഷസ ശക്തിയെല്ലാം പുറത്തെടുത്ത് എന്റെ മുൻപിൽ വരുത്തിക്കും. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. പരമേശ്വര, ഞാൻ അല്ലെങ്കിൽ പുത്ര ദുഃഖത്താൽ വെന്തൊരുക്കിക്കൊണ്ടിരിക്കുകയല്ലേ? ഇനിയും എന്നെ നോവിക്കില്ലേ മഹാദേവ? ആദിശേഷൻ പുനർജന്മമെടുത്തു എന്നറിഞ്ഞ് എത്ര സന്തോഷിച്ചതാണ് ഞാൻ. അവൻ തിരിച്ച് നാഗലോകത്തിലേക്ക് വരുന്നതും കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പൊ അവന്റെ പ്രാണനെ തന്നെ ഇല്ലാതാക്കുകയാണല്ലോ. എന്റെ മകനെ ഇനിയും എന്നിൽ നിന്ന് അകറ്റല്ലേ മഹാദേവ, എന്നെ തനിച്ചാക്കല്ലേ. കാലാകാലങ്ങളായി ഈ നാഗലോകം മുഴുവൻ നിന്നെ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതല്ലേ? ഇനി എന്റെ ആദിശേഷന് കവചമായി നിൽക്കേണ്ടത് നിന്റെ കടമ മാത്രമാണ് മഹാദേവ, നിന്റേത് മാത്രം. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം ഹാം ഹീം ഹൂം ഫട്ട് സ്വാഹ. ഇച്ഛാധാരി നാഗിനി അമൃത, നിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വാ. പറയൂ, എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതിന്റെ ഉദ്ദേശം? നിന്നെ കൊണ്ടൊരു സഹായം എനിക്ക് ആവശ്യമുണ്ട്. എന്താണത്? നീ ഒരാളുടെ ജീവൻ എടുക്കണം. പറയൂ, ആരെയാണ് ഞാൻ കൊല്ലേണ്ടത്? ഇപ്പൊ തന്നെ ആ ജോലി തീർത്തേക്കാം. ക്ഷമയോടെ കാത്തിരിക്ക്.
ഞാൻ പറഞ്ഞവനെ കൊല്ലാനായിട്ട് പ്രത്യേകമായ ഒരു സമയം ആവശ്യമുണ്ട്. അതുവരെ നീ കാത്തിരുന്നേ പറ്റൂ. പ്രത്യേകിച്ചൊരു സമയമോ? എന്റെ ശക്തിയെപ്പറ്റി നിനക്ക് ഇനിയും അറിയില്ല. എനിക്ക് എപ്പോ വേണമെങ്കിലും എന്തും ചെയ്യുവാനാകും. നീ അവനെ കൊല്ലുന്നതിന് മുൻപ് മുന്നൊരുക്കങ്ങളുടെ ആവശ്യകതയുണ്ട്. മുന്നൊരുക്കങ്ങളോ? എന്താണത്? നീ ആദ്യം ഇവന്റെ കൂടെ പോകണം. ഇവന്റെ വീട്ടിൽ നിന്നും കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത് ഇവൻ കാണിച്ചു തരുന്ന വ്യക്തിയെ നീ കൊന്നുകളയണം. ആയിക്കോട്ടെ. ദിഗ്വിജയ, ഇവളെ നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകൂ. ഇവളാലാണ് തൃശൂലിന്റെ അന്ത്യം സംഭവിക്കുന്നത്. ആയിക്കോട്ടെ ഗുരുക്കളെ. അമൃതേ, ഇവൻ എന്റെ ശിഷ്യനാണ്, ദിഗ്വിജയൻ. ഇവനെ നീ എപ്പോഴും ജാഗ്രതയോടെ സംരക്ഷിക്കണം. അങ്ങനെയാവട്ടെ. നിങ്ങൾക്കിപ്പോൾ പോകാം. ദിഗ്വിജയ, ദിഗ്വിജയ, ഈ നാഗം തികച്ചും സ്വാത്വികമായവളാണ്. ഇവൾക്ക് രാക്ഷസ ഗുണങ്ങൾ പഠിപ്പിച്ച് കൃത്യത്തിന് രൂപപ്പെടുത്തുകയാണെന്നുള്ള കാര്യം മനസ്സിലാകാൻ പാടില്ല. മനസ്സിലായാൽ വലിയ ആപത്താണ്. നീയാണ് ആദിശേഷനെ കൊന്നതെന്നുള്ള കാര്യവും നിന്റെ കയ്യിൽ നാഗമാണിക്യമുള്ള കാര്യവും അവൾ ഒരു കാരണവശാലും അറിയരുത്. ശ്രദ്ധയോടെ നീങ്ങണം. ആയിക്കോട്ടെ ഗുരുക്കളെ. വിജയ് ഭവ. ഒരു നിമിഷം. അമൃത, നീ ഈ വേഷത്തിൽ വീട്ടിലേക്ക് വന്നാ വീട്ടിലുള്ളവർക്ക് സംശയം ഉണ്ടാവും. അത്രയല്ലേ ഉള്ളൂ. പെർഫെക്റ്റ്. Come on. പിന്നെ വിളിച്ചോണ്ടിരിക്കാണല്ലോ. എടുക്കാം. എടുത്തിട്ട് എന്താന്ന് ചോദിക്കാം. എന്നോട് ഭയങ്കര ദേഷ്യത്തിലാന്ന് തോന്നല്ലോ. എന്ത് പറ്റിയോ? എന്ത് പറ്റിയെന്നോ? നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല, ഐ മിസ് യു ശിവാനി എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് പോയാണല്ലേ. വീട്ടിലെത്തിയിട്ട് ഇത്രയും നേരിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ തോന്നിയോ? ഇപ്പോഴല്ലേ എന്നെ ഓർമ്മ വന്നത്? ആക്ച്വലി അത് ഓക്കെ, എന്തായിരിക്കും നിന്റെ ഉത്തരം എനിക്ക് നന്നായിട്ട് അറിയാം. വീട്ടുകാരോട് സംസാരിക്കായിരുന്നു, അതിനിടയിൽ ഓഫീസിന്റെ ഒരു കാര്യത്തിന് പോയി, എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സമയമായി എന്നല്ലേ പറയാൻ വരുന്നത്? നോ നോ നോ, അങ്ങനെയല്ല. ആക്ച്വലി ഞാനിപ്പോ വേറൊരാളെ വിളിക്കാൻ വേണ്ടി പോവായിരുന്നു. ഫോൺ എടുത്തപ്പോ ഓട്ടോമാറ്റിക്കലി തന്റെ നമ്പർ ഡയലായത്. ഇപ്പോഴും എന്നെ പറ്റി ഓർത്തില്ല അല്ലേ? ബൈ. ഹലോ ഹലോ ഹലോ, ശിവാനി ശിവാനി, കോള് കട്ട് ചെയ്തിട്ട് പോയോ? എന്താ, ഇതും അറിയാതെ ഡയൽ ചെയ്തതാണോ? ഇല്ല ഇല്ല, ഇത് ഞാൻ അറിഞ്ഞോണ്ട് വിളിച്ച. എന്നോട് ഇനി മിണ്ടണ്ട. എന്താ ശിവാനി, തന്നോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ വിളിക്കുമ്പോ താനിങ്ങനെ ഫോൺ കട്ട് ചെയ്യില്ലേ?